വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോഡിംഗ് ഡീകോഡിങ്ങിലെ 4ാമത്തെ വീഡിയോ ആണ്. ഇതുവരെ എന്താണ് നമ്മൾ നോർമൽ ആൽഫബറ്റ് കോഡിംഗ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കോഡിംഗ് ഇൻ ഫിക്റ്റീഷ്യസ് ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ കോഡിംഗ് ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാൻ പോകുന്നത് എന്താണ്, നമ്മൾ ചൈനീസ് കോഡിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. പ്രിലിംസ് എക്സാമുകൾ നമ്മൾ കാണാറില്ലാത്തതാണ്. എന്താണ്, മെയിൻസിലാണ് അധികം വരെയുള്ളത്. പക്ഷേ എന്താണ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മെയിൻസ് ലെവലല്ല, ഒരു ബേസിക് ലെവലായിട്ടുള്ളതാണ്. അധികം മെയിൻസിൽ അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചിലപ്പോൾ എന്താണ് ഈ RRB ക്ലർക്കിൻ്റെ മെയിൻസ് ഉണ്ട്, അത് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള മെയിൻസാണ്. അതിലൊക്കെ ചോദിച്ച് കാണാറുള്ള ഒരു എന്താണ് ആ ഒരു ഡിഫിക്കൽട്ടി ലെവലിലാണ് നമ്മളിപ്പോൾ രണ്ട് ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ 2 ടൈപ്പാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആദ്യം ഒരു ബേസിക് ലെവലിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് അടുത്ത വീഡിയോകളിൽ എന്താണ് ഇതിൻ്റെ മെയിൻസ് ലെവൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താണ് ടഫറായിട്ടുള്ള നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IBPS ക്ലർക്ക് അല്ലെങ്കിൽ SBI ക്ലർക്ക് അതിൻ്റെ മെയിൻസ് ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ്, ഇത് തന്നെ ആവണം മെയിൻസിൽ വരണം എന്നൊരു നിർബന്ധമല്ല. കോഡിംഗ് ഡീകോഡിങ്ങിൽ അധികം വരാറുള്ളത് എന്താണ്, മെയിൻസിന് കോഡിംഗ് ബേസ്ഡ് ഓൺ കണ്ടീഷൻസ് എന്നുള്ള അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതൊക്കെയാണ് വരാറുള്ളത്. എന്നാൽ നമുക്കിതൊന്ന് നോക്കാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നമുക്കിതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഓരോ വേർഡിനനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു കോഡിങ്ങും തന്നിട്ടുണ്ട്, കോഡുകളും തന്നിട്ടുണ്ട്. ഇതപ്പോൾ ചിലപ്പോൾ മ്യൂസിക്കിൻ്റെ കോഡ് ചിലപ്പോൾ എന്താണ് ഇതാവാം, ചിലപ്പോൾ ഇതാവാം. ഏതാണ് നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, കഴിഞ്ഞ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തത് ചൈനീസ് കോഡിംഗ് എന്നുള്ളതിൽ എന്താണ് നമ്മൾ ചെയ്തത്, ഇപ്പോൾ മ്യൂസിക് എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്, അടുത്തതിൽ മ്യൂസിക് എവിടെയാണെന്ന് നോക്കിയിട്ട് അതേപോലെ തന്നെ കോഡ് ഏതാണെന്ന് ഇവിടെ നോക്കിയിട്ടാണ് ചെയ്തത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കോമൺ ഏതാണുള്ളത് നോക്കിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഇതിൽ എന്താണ് കോമൺ ഉള്ളത് നോക്കിയിട്ടല്ല ചെയ്യുക. ചിലപ്പോൾ ഓരോ വേർഡും എന്താണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. എന്താണ്, ഇവിടെ മ്യൂസിക് വന്ന് വിചാരിച്ച് വേറെ എവിടെയെങ്കിലും മ്യൂസിക് വരണമെന്നില്ല. അതുപോലെ തന്നെ കോഡ് ഇവിടെ വന്ന് വിചാരിച്ച് ഇവിടെ വരണമെന്നില്ല. ചിലപ്പോൾ എന്താണ് സെയിം കോഡാവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്താണ് ഒരിക്കലും വേർഡുകൾ സെയിം ആണെന്നില്ല. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 5#U ഉണ്ട്, ഇവിടെ 5#A ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ രണ്ടിൻ്റെ ഏകദേശം സാമ്യമുള്ള വേർഡാണെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതെങ്ങനെയാണ് കാണുക എന്നാണ് നോക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്, ആദ്യം നമുക്ക് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇതിലത്തെ ഈ നമ്പർ എന്ന് പറഞ്ഞ ഇതിലത്തെ ഈ നമ്പർ എന്ന് പറഞ്ഞ ഈ നോക്കാം, അതെങ്ങനെയാണ് കാണുക, അതിൻ്റെ ലോജിക്ക് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വേർഡിൽ 5 അല്ലേ, നോക്ക് 1 2 3 4 5. രണ്ടാമത്തിൽ എത്രയാ, 2 അല്ലേ. മൂന്നാമത്തിൽ എത്രയാ, 7 അല്ലേ. നാലാമത്തിൽ മെഡിസിനിൽ എത്രയാ, 3 3 6 2 8. ഇവിടെ 8 ആണുള്ളത്. അപ്പോൾ നോക്ക്, ഇവിടെ 5 ഉണ്ട്, 2 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. ഇവിടെയോ 5 2 7 8. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താണ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ് ഓരോന്നിൻ്റെ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ ഉറപ്പിക്കുക, അടുത്ത ഇതും കൂടി നോക്കുക, അടുത്ത സ്റ്റേറ്റ്മെൻറ്റും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നോക്ക്, ഇവിടെ 4 ആണുള്ളത്, ഇവിടെയോ ഇവിടെ 5 ആണുള്ളത്, ഇവിടെ 3 6, ഇവിടെ 9 ആണുള്ളത്, ഇവിടെ 3 ആണുള്ളത്. അതെന്തായിരിക്കണം, ഈ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്തായിരിക്കണം കോഡിൽ ഉണ്ടാവണം എന്ന് പറയുന്നത്. നോക്ക്, ഇവിടെ 4 ഇവിടെ 4 വന്നിട്ടുണ്ട്, ഇവിടെ 5 ഇവിടെ 5 വന്നിട്ടുണ്ട്, ഇവിടെ 9 വന്നിട്ടുണ്ട്, പിന്നെന്താണ് 3 വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആകെ നമ്മളെ കോഡിൽ എന്താണ് നമ്പർ ഉണ്ടെങ്കിൽ ആദ്യം നോക്കേണ്ടത് എന്താണ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി അതല്ലാന്നെങ്കിൽ വേറെ എന്തായിരിക്കും ലോജിക്ക് വെച്ചായിരിക്കും. അത് നമ്മളെന്താണ് അടുത്ത ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമുക്ക് കിട്ടിയത്, ഈ നമ്പർ എന്നുള്ളത് എന്താണ്, നമ്മളെ കോഡിലത്തെ നമ്പർ എന്നുള്ളത് എന്താണ്, നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ്. നമ്പർ എന്നുള്ളത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ്. ഇനി അടുത്തത് എന്താണ്, നമ്മളെ സൈനാണ്. എന്തൊക്കെയാണ് സൈനിൽ, സിമ്പിൾസ്, അതിൻ്റെ സിമ്പിൾസിൻ്റെ ലോജിക്ക് എന്താണെന്നാണ് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കുക, ഇവിടെ ഹാഷ് വന്നിട്ടുണ്ട്, ഇവിടെ എന്താണ് ഇങ്ങനത്തെ ഒരു സൈന് ലെസ് ദാൻ എന്നുള്ളൊരു സൈന് വന്നിട്ടുണ്ട്, പിന്നെ ആൻഡ് വന്നിട്ടുണ്ട്, അറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ലോജിക്ക് എങ്ങനെയാണ് നോക്കുക, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എങ്ങനെയാണ് ഒരു വേർഡും ഇതുമായിട്ട് എങ്ങനെ ലോജിക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? ചിലപ്പം പറ്റിയുണ്ടാവില്ല, ചിലപ്പോൾ എന്താണ് ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ലാസ്റ്റ് ലെറ്ററോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയുണ്ടാവും. പക്ഷേ നമ്മൾ ഇതിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ലോജിക്ക് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഹാഷ് ഇവിടെ ഉണ്ട്, പിന്നെ എന്താണ് ഹാഷ് ഇവിടെ ഉണ്ട്, പിന്നെ ഹാഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് പ്രത്യേകത, ഈ ഹാഷിൻ്റെ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ എന്താണ് 5 അല്ലേ ഉള്ളത്. നോക്ക്, ഹാഷിൻ്റെ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ എന്താണ് 5 ആണുള്ളത്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത നോക്കുക, ലെസ് ദാൻ എന്നുള്ളത് നോക്കുക. ലെസ് ദാൻ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ
ലെസ് ദാൻ ഇവിടെ ഉണ്ട്, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ലെസ് ദാൻ വേറെ എവിടെ ഇല്ല. കാരണം എന്താണ്? 2 എന്ന് പറഞ്ഞ ലെറ്റർ വേറെ എവിടെ ഇല്ല. 2 എന്ന് പറഞ്ഞ നമ്പർ വേറെ എവിടെ ഇല്ല. അടുത്ത് നോക്കുകയാണെങ്കിൽ ആൻഡ് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ആൻഡ് എവിടെയെങ്കിലും ഉണ്ടോ? ആൻഡ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അതിലെന്താണ് കോമൺ ആയിട്ടുള്ളത്? 7 അല്ലേ? അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാം ഈ ഈ സിമ്പിൾ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കാം? ഈ നമ്പർ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഓരോ സിമ്പിളിൻ്റെ എങ്ങനെ ബേസ് ചെയ്തിട്ടേക്ക് ഉണ്ടാകുക? ഇപ്പോൾ ഹാഷ് എന്ന് പറയുന്നത് 5ൻ്റെ സിമ്പിളായിട്ട് വരും. 5 എന്ന് പറഞ്ഞാൽ നമ്പറിൻ്റെ സിമ്പിളായിട്ട് ഹാഷ് ആയിട്ട് വരും. അടുത്തത് എന്താണ്? ഈ ലെസ് ദാൻ എന്നുള്ളത് 2ൻ്റെതായിട്ട് വരും. പിന്നെ ആൻഡ് എന്നുള്ളത് 7ൻ്റെതായിട്ട് വരും. പിന്നെ എന്താണ്? സ്റ്റാർ എന്നുള്ളത് 8ൻ്റെതായിട്ട് വരും. പിന്നെ എന്താണ് അടുത്തത്? അറ്റ് എന്നുള്ളതോ? അറ്റ് എന്നുള്ളത് 4 ആയിട്ട് വരും. ഇതൊക്കെ എന്തുകൊണ്ടാണ് വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ സിമ്പിളൊക്കെ എന്താണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത് നമ്മളെന്താണ് ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇപ്പോൾ അറ്റ് എന്താണ്? അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 4 ആയിരിക്കും വരിക. ഇനി എന്താണ്? ഈക്വൽ ടു വന്നിട്ടുണ്ടെങ്കിൽ 9 വരിക. പെർസെൻറ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ 3 വരിക. ഡോളർ വന്നിട്ടുണ്ടെങ്കിൽ 6 വരിക. പിന്നെന്താണ്? പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട്, ഡോളർ പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ടു പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായി? നമുക്ക് നമ്പറിൻ്റെയും സിമ്പിളിൻ്റെയും ലോജിക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ കാണാനുള്ളത്? ഇതാ ഈ ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ലെറ്ററിൻ്റെ ലോജിക്കാണ് കാണാനുള്ളത്. അപ്പോൾ അടുത്തത് എന്താണ്? ലെറ്ററിൻ്റെ ലോജിക്ക്. ഇനിയിപ്പോൾ ലെറ്ററിൻ്റെ ലോജിക്ക് എങ്ങനെയാണ് കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുക. ആദ്യത്തെ ലെറ്റർ നോക്കുക. ഇവിടെ യു ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, എ ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ലെറ്ററിൻ്റെ ലോജിക്ക് എങ്ങനെയായിരിക്കും? അധികം എന്താണ് നമ്മളെ വേർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ല. ഇത് ഏത് വേർഡിൻ്റെ കോഡാണ് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ മ്യൂസിക്കിൻ്റെ കോഡല്ലേ. എന്തുകൊണ്ടാണ്? അതിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്താണ്? 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ വേർഡിൻ്റെ കോഡാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടാവണ്ടേ? ഈ യു എന്നുള്ളത് ഇവിടെ നോക്കുമ്പോൾ നോക്ക്, യു ഇവിടെ ഉണ്ടല്ലോ. അടുത്ത നോക്കുകയാണെങ്കിൽ ഐ ഇതാ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഐ ഇതാ ഈസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. ഇനി ഇതാ എ നോക്ക്. എ എന്താണ്? എൻ്റെ 2 സ്ഥലത്തുണ്ട് എ എന്നുള്ളത്. ഇനി ഇ നോക്കുകയാണെങ്കിൽ ഇതും 2 സ്ഥലത്തുണ്ട്. അപ്പോൾ ഇതിലെന്താണ്? ഇതൊക്കെ എന്താണ്? ഈ ലെറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാം എന്താണ്? വവ്വൽസ് അല്ലേ? നോക്ക്, ഇവിടെ യു ഉണ്ട്, ഒരു വവ്വലാണ്. ഇവിടെ ഐ ഒരു വവ്വലാണ്, എ ഒരു വവ്വലാണ്, ഇ വവ്വലാണ്, ഐ വവ്വലാണ്, ഇ ഒ ഓ. അപ്പോൾ വവ്വൽസിനെ നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ എന്താണ്? ഇവിടെയൊക്കെ എന്താണ്? 2 വവ്വൽസ് വന്നിട്ടുണ്ട്, 2 സെയിം ആയിട്ടുള്ള വവ്വൽസ് വന്നിട്ടുണ്ട്. വേറെ നോക്കുകയാണെങ്കിൽ മ്യൂസിക്കിൽ എന്താ? ഐയും വവ്വലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എന്താണ്? ഐ എടുത്തില്ല, യു എടുത്ത്. എന്തുകൊണ്ടാണ്? നോക്ക്, ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഫസ്റ്റിലത്തെ വവ്വൽ, നമ്മളെ വേർഡിലത്തെ ഫസ്റ്റ് വവ്വലാണ് ഇതിലത്തെ കോഡിൽ കൊടുത്തതെന്ന് ഞാൻ പറയാണ്. അപ്പോൾ അതെങ്ങനെ വെരിഫൈ ചെയ്യുക? നോക്കുക. ഇവിടെ നോക്കുകയാണ്. ഇവിടുത്തെ ഫസ്റ്റ് വവ്വൽ ഏതാ? ലൈഫിൻ്റെ ഫസ്റ്റ് വവ്വൽ ഏതാ? ഐ അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ഐ അല്ലേ വന്നേ? റെഡി അല്ലേ? ഇനിയിപ്പോൾ നോക്ക്, എക്സ്ട്രയിലെ ഫസ്റ്റ് വവ്വൽ ഏതാ? ഇ അല്ലേ? ഇവിടെ കോഡിലേതാ വന്നേ? ഇ ആയിട്ടല്ലേ വന്നേ? ഇനിയിപ്പോൾ വണ്ടർഫുളിൻ്റെ ഫസ്റ്റ് വവ്വൽ ഏതാ? ഓ ആണ്. ഇവിടെ ഓ അല്ലേ വന്നേ? അപ്പോൾ എന്താണ്? ഈ ലെറ്ററിൻ്റെ കോഡ് എന്തായിട്ടാണ് എടുത്തത്? ഫസ്റ്റ് വവ്വൽ. ലെറ്ററിൻ്റെ കോഡ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വവ്വൽ. അപ്പോൾ അത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കെന്തായി? കോഡ് ഓരോന്നിൻ്റെയും നമുക്ക് എങ്ങനെയാണ് ലോജിക്ക് വന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റിലത്തെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഈ കോഡിലെ നമുക്ക് ഇവിടെ നമ്പർ ഉണ്ട്, ഒരു സിമ്പിൾ ഉണ്ട്, പിന്നെ ലെറ്ററും ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്പറിൻ്റെ ലോജിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണെന്നുള്ളത്, നമ്മളെ വേർഡിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണുള്ളത്. ഇനി സിമ്പിളിൻ്റെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിളിൻ്റെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച്. ഇപ്പോൾ 1 ആണ് വരികയെങ്കിൽ അതിന് നമുക്ക് കോഡ് തന്നിട്ടില്ല. 2 ആണെങ്കിൽ ലെസ് ദാൻ ആണ്, 3 ആണെങ്കിൽ പെർസെൻറ്റേജ് ആണ്, 4 ആണെങ്കിൽ എന്താണ്? അറ്റാണ്. ഇങ്ങനെ നമുക്ക് ലോജിക്ക് പോകുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത ലാസ്റ്റ് ഏതാണ്? നമ്മളിപ്പോൾ നോക്കിയത് നമ്പർ നോക്കിയിട്ടുണ്ട്, സിമ്പിൾ നോക്കിയിട്ടുണ്ട്. ഇനിയുള്ള ലെറ്ററിൻ്റെ ലോജിക്ക് എന്താ? ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വവ്വലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യുക. ഈ ചൈനീസ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക. അപ്പോൾ ചൈനീസ് കോഡിങ്ങിന് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ചൈനീസ് കോഡിംഗ് അല്ല, ഇത് ചൈനീസ് കോഡിംഗ് ആണ്. അപ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? കോമൺ ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കുകയല്ല ചെയ്യുക. ചിലപ്പോൾ 1-2 വേർഡ്സ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ 4 സെൻറ്റൻസ് ഉണ്ട്. ഓരോ സെൻറ്റൻസിൽ 4 വേർഡ് വീതമുണ്ട്. ആകെ എത്ര? 16 വേർഡ് ഉണ്ട്.
അപ്പോൾ 16 എണ്ണം ഒന്നും എടുത്ത് നോക്കണ്ട, ഒരു 2-3 എണ്ണം എടുത്ത് നമുക്ക് ലോജിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഞാനിപ്പോൾ മ്യൂസിക്കും മണിയും അല്ലെങ്കിൽ ഇതാ ഫസ്റ്റ് സെൻറ്റൻസിലെ ആ 4 വേർഡ് മാത്രം എടുത്തിട്ടാണ് എങ്ങനെയാണ് നമ്പർ ഓഫ് ലെറ്റേഴ്സിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ലെറ്റേഴ്സിൻ്റെ അപ്പുറത്തുള്ള എന്താണ് സിമ്പിളിൻ്റെ ലോജിക്ക് ഞാൻ കണ്ടുപിടിച്ചത് എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ എന്താണ് ലാസ്റ്റ് സെൻറ്റൻസും ലെറ്റേഴ്സിൻ്റെ ലോജിക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ പ്രത്യേകത എന്താണ്, ഒരു 2-3 വേർഡും അതിൻ്റെ കോഡുകളും നോക്കിയിട്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് നമുക്ക് കോഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ എന്താണ്, വെതർ എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കോഡിലെ ഫസ്റ്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ്. വെതറിൻ്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എത്രയാണ്, 3, 3, 6, 7. എന്തായിരിക്കും കോഡ് വരിക, 7 എന്നായിരിക്കും ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരിക, ഫസ്റ്റ് നമ്പർ ആയിട്ട് വരിക. കോഡിൻ്റെ ഫസ്റ്റ് നമ്പർ ആയിട്ട് 7 എന്നാണ് വരിക. ഇനി എന്താണ് അതിൻ്റെ സിമ്പിളാണ് ചോദിച്ചത്. ഏതാ സിമ്പിൾ വരിക, 7 നേരെ ഏതാ, ആൻഡ് അല്ലേ. 7 നേരെ ആൻഡാണ് വരിക എന്ന് നമ്മളിതാ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഏതാണെന്ന് പറഞ്ഞാൽ അടുത്ത ഏതാണ്, ലെറ്റർ ആണ് വേണ്ടത്. ലെറ്ററിൻ്റെ ലോജിക്ക് എന്താ, ഫസ്റ്റ് വവൽ എന്നല്ലേ പറഞ്ഞത്. ലെറ്ററിൻ്റെ ലോജിക്ക് ഫസ്റ്റ് വവൽ. ഇതിലത്തെ ഫസ്റ്റ് വവൽ ഏതാ, ഇ അല്ലേ, ഇ ആണ് ഫസ്റ്റ് വവൽ. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ആൻസർ എന്താണ്, 7 ആൻഡ് ഇ എന്നാണ് ഫസ്റ്റിൻ്റെ ആൻസർ. അടുത്ത രണ്ടാമത്തെ എന്താണ്, വാട്ട് ഈസ് ദ കോഡ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ്ഡ് ആയിട്ട്. നമുക്ക് 2 വേർഡ് തന്നിട്ടുണ്ട്, 2ൻ്റെ വെവ്വേറെ കോഡായിട്ട് ചെയ്യണം. അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടിൻ്റെ കോഡ് എന്താ വരിക, ആദ്യത്തെ എന്താണ് നമ്പർ ഓഫ് ലെറ്റേഴ്സ്, 1, 2, 3, 4, 5, 6, 7, 8 എന്നല്ലേ വരിക. അടുത്ത നോക്കുകയാണെങ്കിൽ ഡയറ്റിൽ 1, 2, 3, 4 എന്നാണ് വരിക. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ അടുത്ത ഏതാണ്, സിമ്പിളാണ് ചോദിക്കുന്നത്. സിമ്പിൾ ഏതാ, 8ന് നേരെയുള്ള സിമ്പിൾ ഏതാ, ഇവിടെ സ്റ്റാർ എന്നല്ലേ. ഇപ്പോൾ സ്റ്റാർ. ഇനി 4ന് നേരെയുള്ള സിമ്പിൾ ഏതാ, അറ്റ്. ഇനി അടുത്ത ഏതാണ് ലെറ്റർ അല്ലേ കണ്ടേ, അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വവലാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്, ബാലൻസ്ഡ് ഡയറ്റിൽ ഫസ്റ്റ് വവൽ എ ആണ്. അടുത്ത ഡയറ്റിലത്തെ ഫസ്റ്റ് വവൽ ഏതാണ്, ഐ ആണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ് വരിക, 8 സ്റ്റാർ എ 4 അറ്റ് ഐ എന്നാണ്. അടുത്തത് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് കോഡ് ഫോർ ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിൻ്റെ കോഡ് സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ, 3, 3, 6, 7 എന്ന് എഴുതാം. 7 നേരെ ആൻഡ് എന്ന് എഴുതാം. ക്ലൈമറ്റിലെ ഫസ്റ്റ് വവൽ എന്ന് പറഞ്ഞാൽ ഐ ആണെന്ന് പറഞ്ഞു. 7 ആൻഡ് ഐ. അപ്പോൾ നേരത്തെ എന്തായാലും ഫസ്റ്റിലത്തെ 7 ആൻഡ് ഇ ആണ്. ഇപ്പോൾ അടുത്തത് 7 ആൻഡ് ഐ ആണ്. മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. മാറിപ്പോകുന്നില്ല, എന്നാൽ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീകോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, ചിലപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം എടുത്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ 3-4 വേർഡ്സ് ഉണ്ടാവും. ആ 3-4 വേർഡ്സും അതിൻ്റെ കോഡായിട്ട് എടുത്തിട്ട് അതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചാൽ മതി. ചിലപ്പോൾ എന്താണ് ഈ നമ്പറും സിമ്പലും ഇവിടെ എന്താണ് നമുക്ക് തന്ന നമ്പർ, സിമ്പൽ, ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ എന്താണ് നമ്പറും സിമ്പലും മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ, ലെറ്റർ തരണം നിർബന്ധമല്ല. ചിലപ്പോൾ അതാ ഇങ്ങനെ ആയിരിക്കും വരിക, ലെറ്റർ എസ്, ഒരു 2 എസ്, എന്താണ് ലെറ്റർ 2 എണ്ണമായിട്ട് വരും, ഒരു നമ്പറായിട്ടും വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യാൻ സിമ്പിളാണ്. എങ്ങനെ ഈ ടൈപ്പ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ചിലപ്പോൾ എന്താണ് മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടായിരിക്കും വരിക. കുറച്ചും കൂടിയല്ല, അതിനേക്കാൾ ഹാർഡായിട്ടുള്ളതായിരിക്കും വരിക. പക്ഷെ എന്താണ് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്താണ് പെട്ടെന്നൊരു 5 മാർക്ക് പെട്ടെന്ന് കിട്ടാനുള്ളതാണ്. മെയിൻസിൽ ചിലപ്പോൾ പസിൽസ് എന്നൊക്കെ പറയുമ്പോൾ മെയിൻസിൽ കുറച്ച് കിട്ടാനൊക്കെ പണിയുള്ളതാണ്. അപ്പോൾ മിസലേനിയസിൽ വരുന്നതാണ് ഈ കോഡിങ് ഡീകോഡിങ് ഒക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം ഇത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കുറച്ചും കൂടി ഹയർ ലെവലുള്ള പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എന്തായാലും നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെറ്റ് ആൻഡ് റൈറ്റ് ടൈം എന്നുള്ളത് ജി സെറ്റ് എം സെറ്റ് ജി ഐ വി ജി. അപ്പോൾ നേരത്തെ പോലെ ഇവിടെ ഒരു സിമ്പിൾ തന്നിട്ടില്ല, അതുമാത്രമല്ല ഒരു നമ്പറും തന്നിട്ടില്ല, ലെറ്റർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ ലെറ്റർ മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഈ വേർഡും ലെറ്ററും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കണം. അധികം എന്തായിരിക്കും, ആൽഫബറ്റ്സിന് കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് നമ്മൾ ചെയ്യണം, നമ്മൾ ആൽഫബറ്റിൻ്റെ ഒരു ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ. അപ്പോൾ അത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാം, ആൽഫബറ്റിൻ്റെ ടേബിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും, ഞാനിപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി 2 എണ്ണം നമുക്ക് വേണ്ട. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ്.
അപ്പോൾ നോക്ക് ജിയും എച്ച് ഉണ്ട്, എം സെഡ് ഉണ്ട്, ജി ഐ ഉണ്ട്, വി ജി ഉണ്ട്. അപ്പോൾ നോക്ക് ഇതിൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതായിരിക്കും? നോക്ക് ഫസ്റ്റ് ലെറ്റർ ജി ആണ്, ഇവിടെയും ജി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ജി ആണ്, ഇവിടുത്തെ ഫസ്റ്റ് ലെറ്റർ ജി ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റിലുള്ള വേർഡ്സ് ഉണ്ടല്ലോ, അതിലെയും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? സെയിം ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കുകയാണെങ്കിൽ സെറ്റ് ആൻഡ് റൈറ്റ് ടൈം എന്താണ്? അതിൽ കോമൺ ആയിട്ട് ഫസ്റ്റ് ലെറ്റർ വരുന്നില്ലല്ലോ. ഇവിടെ എസ് ആണ്, ഇവിടെ എ ആണ്, ആർ ആണ്, ഇവിടെ ടി ആണ്. അപ്പോൾ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ലെറ്ററും കൂടി ഒന്ന് നോക്കി നോക്കാം. ചിലപ്പോൾ എന്താണ് ഇത് ലാസ്റ്റ് ലെറ്ററിൻ്റെ കോഡാവാനും ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ നോക്കുകയാണെങ്കിൽ ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. നോക്ക്, ഇവിടെ ഉണ്ട് ടി, ഇവിടെ ഉണ്ട് ടി, ഇവിടെ ജി ഉണ്ട്, ഇവിടെ ജി ഉണ്ട്. അപ്പോൾ ജീന് നേരെ ടി ആണെന്ന് നമുക്ക് എന്തൊക്കെയാ അസ്യൂം ചെയ്യുക. അതെങ്ങനെ കൺഫേം ചെയ്യുക? ഇവിടെ വേറൊരു ജിയും കൂടി ഉണ്ടല്ലോ. അതെന്താണ്? സെക്കൻഡ് ലെറ്റർ ആയിട്ടാണുള്ളത് അല്ലേ? സെക്കൻഡ് ലെറ്റർ ആയിട്ടാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുമ്പോൾ എന്താണ്? എൻഡിലുള്ള ലെറ്റർ സെയിം ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ലെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റിലുള്ള ലെറ്റർ സെയിം ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും കൺഫേം ചെയ്തിട്ടില്ല. അതെങ്ങനെ കൺഫേം ചെയ്യാം? നോക്ക്, ഇവിടെ നോക്കുകയാണെങ്കിൽ ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഏതാ? ടി അല്ലേ? അപ്പോൾ എന്താക്കി? ടി ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്. ഇവിടെയോ ജി ഇവിടെ ഉണ്ട്, ജി ഇവിടെ ഉണ്ട്, ജി ഇവിടെ ഉണ്ട്. അപ്പോൾ ജീൻ്റെ കോഡ് എന്താണ്? ടി ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. അതെങ്ങനെയാണ് കൺഫേം ചെയ്യാം? ഞാനിപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ എന്താണ് അടുത്ത സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കൺഫേം ചെയ്യാം. അപ്പോൾ നോക്ക്, ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്, ഇവിടെ ടി ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെറ്റർ ടി ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ എന്താ കോഡിൽ എന്താണ്? ഫസ്റ്റ് ലെറ്റർ ജി ആവണമെന്ന് പറഞ്ഞത്. ഇവിടെ നോക്ക്, ഇവിടെ ജി ഉണ്ട്, ഇവിടെ ജി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ കോഡ് നമുക്ക് ഇതുവാണെന്ന് പറയാം. ഇനിയിപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെറ്റർ ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ലാസ്റ്റ് ലെറ്ററും ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായി? ടി എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ കോഡിൻ്റെ എന്താണ് രണ്ടാമത്തെ കോഡ് എന്തായിരിക്കും? ജി ആയിരിക്കും. ഇനിയിപ്പോൾ ടി എന്നുള്ളത് ലാസ്റ്റ് ലെറ്റർ ആണെങ്കിൽ ഫസ്റ്റ് കോഡ് എന്തായിരിക്കും? ജി ആയിരിക്കും. അപ്പോൾ ടീൻ്റെ കോഡ് എന്താണ്? ജി എന്ന് പറഞ്ഞത്. നോക്കുകയാണെങ്കിൽ ടീൻ്റെ കോഡ് ഇവിടെ ജി ആണ്. നോക്കണേ, അപ്പോൾ ടീയും ജിയും തമ്മിലുള്ള കണക്ഷൻ എന്താ? അതെന്താണ്? ഒരു മിറർ ഇമേജ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ആൽഫബറ്റ്സിൻ്റെ മിറർ ഇമേജ്. ഇവിടുന്ന് 1 മുതൽ 13 വരെയും 14 വരെ 26 വരെയും എന്താണ് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ മേലെ വരുന്നതായിരിക്കും അതിൻ്റെ മിറർ ഇമേജ്. ഇപ്പോൾ എയുടെ മിറർ ഇമേജ് ഏതാണ്? സെഡ് ആണ്. എമ്മിൻ്റെ ഏതാണ്? എൻ ആണ്. ഇപ്പോൾ ഇവിടെ ജീൻ്റെ ഏതാണ്? ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിറർ ഇമേജ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. എന്താണ് അത് ബാക്കിയുള്ള ലെറ്റേഴ്സ്? നമ്മളിപ്പോൾ ഒരു ലെറ്റർ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ജീൻ്റെയും ഇവിടെ ടി വരുമ്പോൾ ജി വരുന്നുള്ള മാത്രമേ നോക്കിയിട്ടുള്ളൂ. അത് കൺഫേം ചെയ്യണം എന്തായിരിക്കണം? 1 or 2 ലെറ്റേഴ്സും കൂടി നോക്കിയിട്ട് അത് തന്നെയാണ് മിറർ ഇമേജ് തന്നെയാണെന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ അത് കൺഫേം ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി ഏതാണ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക? നോക്കുക, ഞാനിപ്പോൾ എസിൻ്റെ മിറർ ഇമേജ് ഏതാണെന്ന് നോക്കുക. എസിൻ്റെ മിറർ ഇമേജ് ഏതാ നോക്കുക. അപ്പോൾ എസിൻ്റെ മിറർ ഇമേജ് ഇപ്പോൾ ഏതെങ്കിലും ആണെങ്കിൽ എസിൻ്റെ മിറർ ഇമേജ് ഏതാണ്? ഇവിടെ എച്ച് ആണ്. നോക്ക്, എസിൻ്റെ മിറർ ഇമേജ് എച്ച് ആണ്. അപ്പോൾ കോഡിൽ എന്തായിരിക്കണം? ഒരു ജിയും ഒരു എച്ചും വേണമെന്ന് പറഞ്ഞ്. ഒരു ജിയും ഒരു എച്ചും. കാരണം എന്താണ്? ടീന് ജി വന്നിട്ടുണ്ട്. അപ്പോൾ എസിന് എന്താണ്? എച്ച് വരണം എന്നാണ് പറഞ്ഞത് മിറർ ഇമേജ് ആണെങ്കിൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ജീൻ്റെ അപ്പുറം ഏതാണ്? ഒരു എച്ച് വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതാവാൻ ചാൻസ് ഉണ്ട്. ഏതിൻ്റെ? സെറ്റിൻ്റെ കോഡ് ജി എച്ച് ആവാൻ ചാൻസ് ഉണ്ട്. സെറ്റിൻ്റെ കോഡ് ജി എച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് കൺഫേം ചെയ്യാം? ഇനിയിപ്പോൾ വേറെ എടുത്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ടി തന്നെ വരുന്നത്. ഇപ്പോൾ ടൈമിൻ്റെ കോഡ് ഏതാവാൻ അതിന് ചാൻസ് ഉള്ളത്? ജി വി എല്ലാം ആവാൻ ചാൻസ് ഉള്ളത്. കാരണം എന്താണ്? സെറ്റിൻ്റെ ടി എന്നുള്ളത് ലാസ്റ്റ് വന്നതിനെ കൊണ്ടാണ് ജി ഫസ്റ്റ് കൊടുത്തത്. ഇവിടെ എന്താണ്? വി ജി ആണ് വരിക. ടൈമിൻ്റെ കോഡ് എന്താണ്? ടി ഫസ്റ്റ് ആണ് വന്നത്. അപ്പോൾ എന്താണ്? ജി എന്താണ്? എൻഡിലാണ് വരിക. അപ്പം ടൈമിൻ്റെ കോഡ് എന്താണെന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ കോഡ് വി ജി ആവാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെ കൺഫേം ചെയ്യുക? ടീൻ്റെ എന്തായാലും ജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇൻ്റെ വി ആവാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇൻ്റെ നേരെ ഏതാണ് മിറർ ഇമേജ് നോക്കുകയാണെങ്കിൽ ഇൻ്റെ വി ആണ്. അപ്പോൾ എന്തായി? ഫസ്റ്റ് ലെറ്ററിൻ്റെ ലാസ്റ്റ് ലെറ്ററിൻ്റെ മിറർ ഇമേജ് ആണ് കോഡ്. പക്ഷേ അത് മാത്രമാണോ? ഫസ്റ്റ് ലെറ്ററിൻ്റെ ലാസ്റ്റ് ലെറ്ററിൻ്റെ മിറർ ഇമേജ് ആണ് കോഡ്. ഇവിടെ തന്നെ ടൈമിൻ്റെ ജിയും ഇൻ്റെ വിയും. പക്ഷേ ഇത് മാത്രമാണ് അത് ഷഫിൾ ചെയ്തിട്ടാണ് ഇത് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും. ഇപ്പോൾ ഫസ്റ്റ് ലെറ്ററിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെക്കൻഡ് ആയിട്ട് എഴുതി. ലാസ്റ്റ് ലെറ്ററിൻ്റെ കോഡ് എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ആയിട്ട് എഴുതി. അതാണ് നമ്മൾ ആകെ ചെയ്തത്. നോക്ക്, ഇപ്പോൾ ഞാനിപ്പോൾ വേറെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലിമിറ്റിൻ്റെ കോഡ് എന്തായിരിക്കും? എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഓ. അതെന്തായിരിക്കണം? സെക്കൻഡ് ലെറ്റർ ആയിരിക്കണം. ഇനിയിപ്പോൾ ടീൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് ലെറ്റർ ആയിരിക്കണം. നോക്ക്, ജിയോ. ഇവിടെ ജിയോ അല്ലേ?
അപ്പോൾ എന്താണ് ലിമിറ്റിൻ്റെ കോഡ് ജിയോ ആണ്. ചിലപ്പോൾ ഞാനിപ്പോൾ ജിയോ ഇപ്പോൾ ഇവിടെ കൊടുത്തില്ല, ജിയോ ഞാനിത് ഇവിടെയാണ് കൊടുത്തത്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ കോഡ് WY ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്താണ് ഇതൊരിക്കലും ഓർഡറിലാവണമെന്ന് ഒരു നിർബന്ധമല്ല. ഇതിൻ്റെ സെറ്റ് ആൻഡ് അലാറം, സെറ്റ് ആൻഡ് റൈറ്റ് ടൈം എന്നുള്ള GZ MZ GI VG എന്നുള്ളത് ചിലപ്പോൾ അതെന്താണ് ഓർഡറിൽ ഇവിടെ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റിൻ്റെ എന്താണ് കോഡ് GH ആയിട്ടും ആനിൻ്റെ കോഡ് MZ ആയിട്ടും റൈറ്റിൻ്റെ കോഡ് GI ആയിട്ടും ടൈമിൻ്റെ കോഡ് VG ആയിട്ടാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ എന്താണ് ഇത് 6 ആയിട്ടും കൊടുത്തിട്ടുണ്ടാവുക, VG ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും, MZ തേർഡ് കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് നമുക്ക് ഒരിക്കലും എന്താണ് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ഏത് സെറ്റിൻ്റെ കോഡ് GH ആണെന്ന് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇതിൻ്റെ ലോജിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ലെറ്ററിൻ്റെ മിറർ ഇമേജ് സെക്കൻഡ് ആയിട്ട് എഴുതുന്നുണ്ട്, പിന്നെ എന്താണ് ലാസ്റ്റ് ലെറ്ററിൻ്റെ മിറർ ഇമേജ് ഫസ്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. അതാണ് കോഡിങ്. അപ്പോൾ എന്താണ് ഇനി എന്താണ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എവിടെ ബ്ലാങ്ക് ഉള്ളത്? ഇവിടെ അല്ലേ ബ്ലാങ്ക് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് വരിക നോക്കണ്ടേ? അപ്പോൾ നോക്ക് ഇവിടെ ലിമിറ്റിൻ്റെ അതിനെങ്ങനെയാണ് നമുക്കിപ്പോൾ സ്റ്റാറിൻ്റെ കോഡാണ് അത് നമുക്ക് പെട്ടെന്ന് അസ്യൂം ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താണ് ബാക്കിയുള്ളതൊക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഏതാണ് ഇപ്പോൾ ലിമിറ്റിൻ്റെ കോഡ് എന്താണ് ജിയോ എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ബ്രെഡിൻ്റെ കോഡ് എന്താണ്? ബീൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ബീൻ്റെ ഓപ്പോസിറ്റ് Y, ഡീൻ്റെ ഓപ്പോസിറ്റ് W. ഇതിൻ്റെ എന്താണ് WY എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ല. ഇനി ഏതാണ് അറ്റിൻ്റെ കോഡ് നോക്കുകയാണെങ്കിൽ എന്താണ് അറ്റിൻ്റെ സെറ്റ് ഇവിടെ വരും, ടീൻ്റെ GZ ആണെന്ന് വരും. അപ്പോൾ ഇതുമല്ല. അപ്പോൾ ഇനി ഏതാണ് ഈ കോഡിൻ്റെ വേർഡ് ഏതാണ്? സ്റ്റാർ എന്നുള്ളതാണ് കോഡിൻ്റെ വേർഡ്. അതെങ്ങനെ നമ്മൾ കൺഫേം ചെയ്ത് ബാക്കിയുള്ള 3 എടുത്ത് അതിൻ്റെ 3ൻ്റെയും കോഡ് കാണണം. എന്നിട്ട് എന്താണ് വരാത്ത ഇതിൻ്റെ കോഡിന് നേരെ ഡയറക്റ്റ് ആയിട്ട് വരാത്ത ഏതാണ് വേർഡ് ഉള്ളതെന്ന് കണ്ടിട്ട് ആ വേർഡിൻ്റെ എന്താണ് കോഡ് കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കോഡിന് ഒരു വേർഡ് ഉണ്ടാവില്ലേ, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേർഡ് ഉണ്ടാവില്ലേ. അപ്പോൾ അത് വേർഡ് ഏതൊക്കെയാണ്? ഈ 3 കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കണ്ടുപിടിച്ചാൽ മാത്രം എന്താണ് നമുക്ക് ഈ വേർഡിൻ്റെ കോഡ് ഏതാണെന്ന് ഈ കോഡിൻ്റെ വേർഡ് ഏതാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കോഡിൻ്റെ വേർഡ് ഏതാ? സ്റ്റാർ ആണ്. അതിൻ്റെ കോഡ് എങ്ങനെയാണ് കാണുക? ആറിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? I. പിന്നെ എന്താണ് എസിൻ്റെ ഓപ്പോസിറ്റ് H. ഇങ്ങനെയാണ് കാണുക. എസിൻ്റെ മിറർ ഇമേജ് ചെയ്താൽ H ആണ്, അത് സെക്കൻഡ് ആയിട്ട് എഴുതണം. പിന്നെ ആറിൻ്റെ മിറർ ഇമേജ് ചെയ്താൽ I ആണ്, അത് ഫസ്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ എന്താണ് IH എന്നാണ് നമ്മളെ കോഡ് വരിക. ഫിൽ ഇൻ ദ ബ്ലാങ്കിൻ്റെ ആൻസർ IH എന്നാണ് വരിക. ഇനി എന്താണ് വാട്ട് ഈസ് എ കോഡ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് SBI? നമ്മളെ ബാങ്കൊന്നുമല്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് ആയിരിക്കും, ചിലപ്പോൾ ഒരു മീനിങ് ഫുൾ ആവണമെന്നില്ല. ഇപ്പോൾ ഞാനെന്താ പറയുക, ഇപ്പോൾ EGNO ആണ് വേർഡ് തന്ന് അതിൻ്റെ കോഡ് കാണാനാണ് ചോദിച്ചിട്ടുണ്ടാകുക. അപ്പോൾ എന്താണ് നമുക്കെന്താണ് മീനിങ് ഫുൾ വേർഡ് ആവണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു വേർഡ് തന്ന് അതിൻ്റെ കോഡ് കാണാൻ ചോദിക്കാം. അപ്പോൾ എന്താണ് വാട്ട് ഈസ് കോഡ് ഫോർ SBൻ്റെ കോഡ് എങ്ങനെയാണ് കാണുക? ഐൻ്റെ കോഡ് ഫസ്റ്റ് ചെയ്ത് എസിൻ്റെ കോഡ് ലാസ്റ്റ് ചെയ്ത്. ഐൻ്റെ കോഡ് ഏതാണ്? 6. എസിൻ്റെ കോഡ് ഏതാണ്? H. RH എന്നാണ് എനിക്ക് വരിക. ഇനി വാട്ട് ഈസ് ദ കോഡ് ഫോർ ക്ലോസ് ടെസ്റ്റ്? അതെങ്ങനെ ചെയ്യുക? ഈൻ്റെ കോഡ് ഏതാണ്? ഈൻ്റെ കോഡ് ഇവിടെ ചെയ്താൽ V. പിന്നെന്താണ് സിൻ്റെ കോഡ് ഏതാണ്? X. ഈൻ്റെ കോഡ് ഏതാണ്? എങ്ങനെയാണ് കണ്ടത്? ഈൻ്റെ നേരെ ഓപ്പോസിറ്റ്, സിൻ്റെ കോഡ് X, നേരെ ഓപ്പോസിറ്റ് മിറർ ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ടെസ്റ്റിൻ്റെ കോഡ് കാണാനാണെങ്കിൽ സിമ്പിളാണ്, കാരണം ടീൻ്റെ കോഡ് ഏതാണ്? G ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ടീൻ്റെ കോഡ് G ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും സെയിം ആയതിനെ കൊണ്ട് എന്തായിരിക്കും? അതിൻ്റെ കോഡും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആകെ എന്താ ചെയ്തത്? നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അതിൻ്റെ ലോജിക്ക് കാണുക. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എന്താണ് കുറച്ച് ടഫറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 4 വേർഡ്സ് എടുത്തിട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടേ? നമുക്ക് കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ A എന്നുള്ളതുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ അറ്റിന് പകരം ഏനാണെങ്കിൽ അത് പെട്ടെന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കോഡ് എങ്ങനെ വന്നു എന്നുള്ള ലോജിക്ക് കണ്ടുപിടിക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഈ കോഡിങ് ഡീകോഡിങ് ഈ ടൈപ്പ് കോഡിങ്ങിൽ പല ലോജിക്കുകൾ ഉണ്ടാവും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ മിറർ ഇമേജ് ആണ് വന്നത്, നേരത്തെ എന്തതിന് വന്നത്? ലാസ്റ്റ് ലെറ്റർ അതിന് വന്നത് അല്ലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരും. അപ്പോൾ എന്താണ് ലാസ്റ്റ് ലെറ്റർ? ഇപ്പോൾ എന്താണ് ഇപ്പോൾ ടെസ്റ്റിൻ്റെ കോഡ് ഞാനിപ്പോൾ T ആയിട്ട് അങ്ങ് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ ആവും അല്ലെങ്കിൽ ലാസ്റ്റ് ലെറ്റർ ആവും. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. പല ടൈപ്പ് എന്താണ് ഈ കോഡിങ് ചെയ്യാനുള്ള പല ടൈപ്പ് ഉണ്ട്. അതെന്താണ് നമുക്ക് ലോജിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും, കുറച്ച് ടൈം എടുക്കും. പക്ഷേ എന്താണ്
ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലെ തന്നെ നമുക്ക് മെഷീൻ കോഡിംഗ് എന്നുള്ള ടോപ്പിക് ഉണ്ട് മെയിൻസിൽ. അതിലും എന്താണ് ഇങ്ങനത്തെ ഈ ടൈപ്പ് ലോജിക്കൊക്കെ ആയിരിക്കും വരിക. ചിലപ്പോൾ എന്താണ് ഓരോ കോഡായിട്ടൊക്കെ വരാനുള്ളത്. അപ്പോൾ കോഡിങ് ഡീകോഡിങ് എന്നുള്ളത് എന്താണ് നമുക്ക് ആദ്യം പഠിച്ചതിന് ശേഷമാണ് മെഷീൻ കോഡിംഗ് എന്നുള്ളതൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ടുണ്ട്. പല ലോജിക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ചിലപ്പോൾ എ എന്നുള്ളത് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വന്ന് അതിൻ്റെ കോഡ് ചിലപ്പോൾ W ആയിട്ട് വന്നിട്ടുണ്ടാവും. W ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്താ ചെയ്താൽ ഇപ്പോൾ മിറർ ഇമേജ് -3 ഇപ്പോൾ എന്താണ് ഐൻ്റെ കോഡാണെങ്കിൽ O ആയിട്ട് വരും. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലോജിക്കൊക്കെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് എന്താണ് എടുത്ത് പ്രാക്ടീസ് ചെയ്യണം. നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിൻസിൽ എന്താണ് പസിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചെന്താണ് നമ്മൾ സ്റ്റെക്കാവും. അപ്പോൾ ഈ ടൈപ്പ് മിസലേനിയസ് ക്വസ്റ്റ്യൻസിലൊക്കെയാണ് അധികം ആൾക്കാരും എന്താണ് സ്കോർ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്ത് എന്താക്കി തറോ ആക്കി വെക്കുക. എന്നിട്ട് എക്സാമിന് പോവുക. സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും.